ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ അക്ഷയ തൃതീയേക്കാൾ പുണ്യം തരുന്ന തങ്ക ഗണപതി ദിവസവും 888 ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓണാകുന്ന ദിവസം കൂടിയിട്ടാണ്. വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസം. നാളത്തെ ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി പ്രപഞ്ചത്തോട് സാധിച്ചു തരേണ്ടുന്ന രീതിയെക്കുറിച്ചും തങ്ക ഗണപതി ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അതിനു മുൻപായിട്ട് ആടിക്കൃത്തിക പൂജയായിരുന്നു ഇന്നലെ. എല്ലാവരും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത കുറച്ച് പേരൊക്കെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു. ചെയ്യാത്തവർ ഇന്ന് വൈകിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. രാവിലെയും ചെയ്യാം. രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് നാളെ ചെയ്യേണ്ടത്? 888 പോർട്ടൽ, ലയൺസ് ഗേറ്റ് പോർട്ടൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ഏറ്റവും കൂടുതൽ ശക്തിശാലിയായ പോർട്ടലായിട്ടാണ് ഈ ഒരു ലയൺസ് ഗേറ്റ് പോർട്ടലിനെ നമ്മൾ കണക്കാക്കുന്നത്. ആഗസ്റ്റ് 8 എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി സിമ്പലാണ്. അതുകൊണ്ടാണ് അതിനെ അത്രമാത്രം ശക്തമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഈ ഒരു കാര്യം നമുക്ക് ചെയ്യുന്നതിന് പീരിയഡ്സ്, പുല, വാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഞാൻ 2 രീതി പറയുന്നുണ്ട്. ഈ 2 രീതിയും നിങ്ങൾ ചെയ്യണം. അപ്പം ആദ്യത്തെ കാര്യം നമുക്ക് ചെയ്യാൻ നാളത്തെ ഏതൊരു സമയവും നിങ്ങൾക്ക് എടുക്കാം. നാളെ രാവിലെ 6 മണി മുതൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നത് വരെയുള്ള ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. പക്ഷേ രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം ആഗസ്റ്റ് 8 നാളെ രാവിലെ 8:08 അല്ലെങ്കിൽ രാത്രി 8:08 PM ഈ രണ്ടിലേതെങ്കിലും ഒരു സമയത്തേ ചെയ്യാവുള്ളൂ. അപ്പം ആദ്യം ഏതൊരു സമയവും നാളെ ആഗസ്റ്റ് 8 ഏതൊരു സമയത്തും നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളൊരു ലൈൻസ് ഇല്ലാത്ത A4 ഷീറ്റോ അല്ലെങ്കിൽ ബുക്കിൻ്റെ പേപ്പറോ ആയിട്ടുള്ളൊരു പേപ്പർ എടുക്കണം. അതിൻ്റെ ഏറ്റവും മുകളിലായി താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതണം. ഏറ്റവും നല്ലത് പച്ചക്കളർ പേനയാണ്. മാനിഫെസ്റ്റേഷൻസിന് ഉപയോഗിക്കുക പച്ചക്കളർ പേനയാണ് നല്ലത്. ഗ്രീൻ കളർ അതില്ലാത്തവർക്ക് ബ്ലാക്ക് കളർ ഒഴിച്ചുള്ള ഏതൊരു കളറും എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു ഇൻഫിനിറ്റി സിമ്പിൾ വരയ്ക്കണം. ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഇത് തെറ്റിക്കരുത്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മൾ വരച്ച് തീർക്കണം. അതിനുശേഷം ആദ്യത്തേതിൽ നിങ്ങളുടെ പേര്, ഫുൾ നെയിം എഴുതിക്കോളൂ. രണ്ടാമത്തേതിൽ DOB എന്ന് കാണിച്ചിരിക്കുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതും എഴുതുക. അതിനുശേഷം 1 to 8 നമ്പർ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ സാധിച്ചു കിട്ടേണ്ടത് അത് സാധിച്ച് കിട്ടി എന്നുള്ളതായിട്ട് എഴുതുക. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ മകളുടെ വിവാഹം നടന്നു, ഞാൻ ആഗ്രഹിച്ച വീട് സ്വന്തമാക്കി, ഞാൻ ആഗ്രഹിച്ച കാറ് സ്വന്തമാക്കി, ഞാൻ ആഗ്രഹിച്ച ലോൺ എനിക്ക് കിട്ടി, ഞാൻ ആഗ്രഹിച്ച തുടർ പഠനത്തിന് എനിക്ക് പോകാൻ സാധിച്ചു, എൻ്റെ വിസ ശരിയായി കിട്ടി. അങ്ങനെയുള്ള നിങ്ങളുടെ എന്തൊരു കാര്യവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടി. അതങ്ങനെ തന്നെ നമ്മൾ മൈൻഡിൽ തിങ്ക് ചെയ്യണം. നമുക്ക് സാധിച്ചു കിട്ടിയാൽ നമ്മൾ എത്രമാത്രം ഹാപ്പിയാകും. അത് നമ്മൾ 8 പ്രാവശ്യം എഴുതുക. എഴുതിയതിന് ശേഷം ആ പേപ്പർ മടക്കി മാറ്റി വെക്കുക. വീണ്ടും നമ്മൾ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ആ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പിട്ട്. ഇപ്പോൾ നാളെ രാവിലെ നിങ്ങൾ 6 മണിക്ക് എഴുതുന്നു, 1 മണിക്കൂർ ഗ്യാപ്പിട്ട് 7 മണിക്ക് വീണ്ടും എഴുതാം. അങ്ങനെ നമ്മൾ ഒരു ദിവസം 3 തവണ ഇത് എഴുതണം. അപ്പം 3 പുതിയ പേപ്പർ എടുത്ത് വേണം നമ്മൾ എഴുതാൻ. ആദ്യം എഴുതിയ പേപ്പറിൽ നമ്മൾ എഴുതിയതിന് ശേഷം മടക്കി വെക്കുന്നു. ശേഷം 1 മണിക്കൂർ ഗ്യാപ്പിട്ട് അടുത്ത പേപ്പർ എടുക്കുന്നു. ഇതേ സെയിം കാര്യം നമ്മൾ ആദ്യത്തെ പേപ്പറിൽ എഴുതിയ അതേ കാര്യം ഒരു വാക്ക് പോലും തെറ്റാതെ രണ്ടാമത്തെ പേപ്പറിൽ എഴുതുന്നു. അത് മടക്കി മാറ്റി വെക്കുന്നു. മൂന്നാമത്തെ പേപ്പർ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞെടുക്കുന്നു. നമ്മൾ വീണ്ടും എഴുതുന്നു, മാറ്റി വെക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഒന്നെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ഗ്യാപ്പ്, അത് മസ്റ്റാണ്. 1 മണിക്കൂർ ഗ്യാപ്പിട്ട് നമ്മളിത് എഴുതുന്നു. എഴുതിയതിന് ശേഷം 3 എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിച്ച് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് നമ്മൾ പ്രപഞ്ചത്തിനോട് മനസ്സിൽ പറയാം. ഉച്ചത്തിൽ പറയാൻ പറ്റുന്നവർക്ക് ഉച്ചത്തിൽ പറഞ്ഞുകൊള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യം ചെയ്യേണ്ടുന്ന റെമഡി. ഈ റെമഡി ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് ഇരിക്കെ തന്നെ നമുക്കിത് അടുത്തത് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നാളെ ആഗസ്റ്റ് 8 രാവിലെ 8:08 അതായത് കറക്റ്റ് ആ ഒരു സമയത്ത് തുടങ്ങണം എന്നുള്ളതാണ്. തീരുന്നത് എപ്പോൾ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒന്നെങ്കിൽ 8:08 AM അല്ലെങ്കിൽ 8:08 PM രാവിലെ അല്ലെങ്കിൽ രാത്രിക്ക് ഈ ഒരു സമയത്ത് തുടങ്ങണം. ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക, ഫ്രഷ് ആയിട്ടുള്ളത്, ഗ്രീൻ കളറിലെ അല്ലെങ്കിൽ ബ്ലൂ കളറിലെ, റെഡ് കളറിലെ ഒരു പേന എടുക്കുക. നമ്മൾ
പ്രപഞ്ചത്തിനൊരു ലെറ്റർ എഴുതുകയാണ്. അതായത് ഡേറ്റ് ഇടണം. ഡേറ്റ് ഇടേണ്ടത് 8 ആഗസ്റ്റ് 2027. അതായത് അടുത്ത വർഷം 2027 ആഗസ്റ്റ് 8 വരുന്നതിന് മുൻപ് നമുക്ക് സാധിച്ചു കിട്ടേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പ്രപഞ്ചത്തിനൊരു ലെറ്റർ എഴുതുന്നു. അപ്പം ഡേറ്റ് മാറിപ്പോവരുത്. ആരും 8 ആഗസ്റ്റ് 2026 എന്ന് എഴുതരുത്, 2027 എന്ന് വേണം എഴുതാൻ. അതിനുശേഷം ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലാംഗ്വേജിൽ നമുക്ക് എഴുതാം ഡിയർ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രപഞ്ചമേ എന്ന് എഴുതിയിട്ട് നമ്മുടെ ആഗ്രഹം 2027 ആഗസ്റ്റ് 8 ആകുമ്പോഴേക്കും എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരണം, എൻ്റെ സ്വപ്നം ഇതാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ല വ്യക്തിയെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി എനിക്ക് ലഭിക്കണം, ഈ ജോലിയിൽ എനിക്ക് പ്രമോഷൻ ലഭിക്കണം, എൻ്റെ മക്കൾ ഈ രീതിയിൽ പഠിക്കണം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് കാര്യവും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ലെറ്റർ എഴുതുന്ന പോലെ, ഒരു കത്ത് എഴുതുന്നത് പോലെ അതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. എല്ലാം പോസിറ്റീവായിരിക്കണം. എനിക്കിതെല്ലാം സാധിച്ചെടുക്കണം, എൻ്റെ ഈ സ്വപ്നങ്ങളൊക്കെ 2027 ആഗസ്റ്റ് 8 ആകുമ്പോഴേക്കും എനിക്ക് സാധിച്ചു കിട്ടണം എന്നും പറഞ്ഞ് നമ്മളൊരു ലെറ്റർ എഴുതുക. ഇത് 8/8 കറക്റ്റ് തുടങ്ങണം. എപ്പോൾ വേണമെങ്കിലും തീർന്നോളട്ടെ. അതിനുശേഷം ആ പേപ്പർ 3 അല്ലെങ്കിൽ 4 ആയിട്ട് മടക്കി നമ്മുടെ വീട്ടിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കുക. നമ്മൾ പിന്നെ അത് അടുത്ത വർഷമേ കാണാൻ പാടുള്ളൂ. ഇപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളത് കാണുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും പെട്ടെന്നൊന്നും നമ്മൾ പോയി കൈ എത്തിയാൽ കാണാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. സ്ഥിരമായി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കബോർഡുകളൊന്നും യൂസ് ചെയ്യാതെ, ആ കബോർഡിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ നമ്മളാരും ഒന്നും കയറില്ലല്ലോ, അവിടെ എവിടെയെങ്കിലും ആ പേപ്പർ ഉപേക്ഷിച്ചേക്കുക. അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് നോക്കാം അതിലെന്തൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്ന് കിട്ടുമെന്നുള്ളത്. അപ്പം ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നാളെ ചെയ്യേണ്ടത്. വളരെ പവർഫുള്ളാണ്. ഇത് 2ഉം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാം. 2ഉം ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് 2ഉം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കൂ. വളരെ പെട്ടെന്ന് ഫലം കിട്ടും. നമ്മുടെ ഓരോ മാസവും വരുന്ന മാനിഫെസ്റ്റേഷൻസ് എല്ലാവർക്കും ഫലം കിട്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതും മിസ്സാക്കാതെ ചെയ്യണം. ഇനി തങ്ക ഗണപതി ദിവസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അക്ഷയ തൃതീയയ്ക്ക് തുല്യമായിട്ടുള്ള തങ്ക ഗണപതി ദിവസമാണ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും തങ്ക ഗണപതി ദിവസം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് തങ്ക ഗണപതി ദിവസമെന്നും ഈ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. തങ്ക ഗണപതി ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയും രോഹിണി നക്ഷത്രവും അമൃത സിദ്ധി യോഗവും കൂടി ഒന്നിച്ചു വരുന്നതിനെയാണ് നമ്മൾ തങ്ക ഗണപതി ദിവസം എന്ന് പറയുന്നത്. അക്ഷയ തൃതീയയ്ക്ക് തുല്യമാണ് ഈ ഒരു ദിവസം എന്ന് പറയാൻ കാരണം ആ ദിവസം നമ്മൾ എന്ത് ചെയ്താലും അത് ഇരട്ടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അക്ഷയ തൃതീയയ്ക്ക് സാധാരണ നമ്മൾ സ്വർണം മേടിക്കാറുണ്ട്. എന്നാൽ അക്ഷയ തൃതീയേക്കാൾ കൂടുതൽ നമ്മൾ ഒരു കുഞ്ഞ് ചെറിയ പീസ് സ്വർണം വാങ്ങിച്ചാലും അത് ഇരട്ടിയായിട്ട് ഈ ഒരു ദിവസം വാങ്ങിയാൽ നമ്മൾക്ക് പെരുകും എന്നുള്ളതാണ്. കാരണം സ്വർണം, വെള്ളി, ധനം ഇവയൊക്കെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ ഗണേശ ഭഗവാനാണ്. നിങ്ങളൊക്കെ ഏതൊരു വലിയ ജുവലറികളിലും ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഗണപതി ഭഗവാനെ ഫ്രണ്ടിൽ ഒരു ഉരുളിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തിരുത്തിയിരിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവാനെ അത്രമാത്രം നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഉള്ള സ്വത്തുവകകളൊക്കെ നമ്മൾ ഭഗവാന് കൊടുത്താൽ അത് നശിച്ചു പോകാതെ ഭഗവാൻ സംരക്ഷിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ദിവസം ഒരു ചെറിയ പീസ് ഓഫ് സ്വർണം വാങ്ങി അല്ലെങ്കിൽ വെള്ളി വാങ്ങി ഗണേശന് സമർപ്പിച്ച് ഇതിൻ്റെ ഇരട്ടിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഡെഫിനിറ്റ്ലി അത് നടന്നിരിക്കും. ഇപ്പോൾ സ്വർണത്തിന് വിലയൊക്കെ ഒരുപാട് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും സ്വർണം അല്ലെങ്കിൽ വെള്ളി ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നാളെ എത്ര മണിവരെയാണ് ഈ ഒരു തങ്ക ഗണപതി ദിവസമായിട്ട് ഉള്ളതെന്നുള്ളത് നോക്കാം. രോഹിണി നക്ഷത്രം ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ചിട്ട് നാളെ ശനിയാഴ്ച വൈകിട്ട് 4:51 വരെയുണ്ട്. സർവാർത്ഥ സിദ്ധിയോഗമാണെങ്കിൽ നാളെ ശനിയാഴ്ച രാവിലെ 5:51 ആരംഭിച്ചിട്ട് വൈകിട്ട് 4:51 രോഹിണി നക്ഷത്രത്തോടു കൂടി തന്നെ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്വർണം, വെള്ളി അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കളൊക്കെ മേടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നാളെ ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ
വൈകിട്ട് 4:51 വരെയുള്ള ആ ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ മന്ത്രം ചൊല്ലി സ്വർണവും വെള്ളിയും ഞാൻ ഈ പറയുന്ന വസ്തുക്കളും ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തവർ നാളെ ഗണേശ ഭഗവാന് ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് സ്വർണം വാങ്ങിച്ച അതേ ഫലം തന്നെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സ്വർണം വെള്ളി ഇതൊന്നും വാങ്ങിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ട്, അതേപോലെ ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുക്കാനുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നാളെ നിങ്ങൾ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വർണ്ണ പണയം തിരിച്ചെടുക്കാനും നിങ്ങൾക്കുള്ള ആ ഒരു കടം തീരാൻ ഈ ഒരു സമയം നിങ്ങളെ അനുവദിക്കുന്നതാണ്. രാഹുകാലവും ഗുളികകാലവും വരുന്ന സമയത്ത് നിങ്ങളിത് ചെയ്യരുത്. ശനിയാഴ്ച രാഹുകാലം വരുന്നത് രാവിലെ 9 മുതൽ 10:30 വരെയും ഗുളികകാലം വരുന്നത് രാവിലെ 6 മുതൽ 7:30 വരെയുമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യം, സ്വർണം വെള്ളിയൊക്കെ മേടിക്കുന്നവർ ഈ ഒരു രാഹുകാലവും ഗുളികകാലവും ഉപേക്ഷിച്ചിട്ട് മറ്റ് സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ ആ ഒരു സമയത്ത് പോയി വാങ്ങിക്കുക. ഇനി സ്വർണവും വെള്ളിയും വാങ്ങിക്കാൻ സാധിക്കാത്തവർ നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് 6 എണ്ണത്തിൽ മഞ്ഞൾ കഷ്ണമാണ്. ഉണക്ക മഞ്ഞൾ ഉണ്ടല്ലോ, 6 എണ്ണം, ഏറ്റവും കുറഞ്ഞത് 6 എണ്ണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 27 മഞ്ഞൾ കഷ്ണം മേടിക്കാം. കാരണം ഞാനൊരു മന്ത്രം നിങ്ങൾക്ക് പറയുന്നുണ്ട് ഗണപതി ഭഗവാന് ചൊല്ലാൻ. അപ്പോൾ ആ ഒരു മഞ്ഞൾ കഷ്ണം 27 എണ്ണം വാങ്ങിച്ച് ആ മഞ്ഞൾ കഷ്ണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗണേശ ഭഗവാൻ അർച്ചന ചെയ്യാം. 27 എണ്ണം കിട്ടിയില്ലെങ്കിൽ 6 എണ്ണമാണെങ്കിൽ മതിയാവും. മഞ്ഞൾ കഷ്ണം മേടിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ വെളുത്തുള്ളി, നമ്മൾ സാധാരണയായി ഒരു കാര്യത്തിനും വെളുത്തുള്ളി മേടിക്കുന്ന കാര്യം പറയാറില്ല, പക്ഷേ നാളത്തെ ദിവസം വെളുത്തുള്ളി മേടിക്കുന്നത് വളരെ വളരെ ശുഭമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും കുറച്ചെങ്കിലും വെളുത്തുള്ളി വാങ്ങിച്ചിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കറികളിൽ അത് ഉപയോഗിക്കാവുന്നതുമാണ്. പിന്നെ മേടിക്കേണ്ടുന്ന അടുത്ത വസ്തുവെന്ന് പറയുന്നത് മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ തന്നെ വാങ്ങിക്കണം, വേറൊന്നും മേടിക്കരുത്. മുല്ലപ്പൂ ഇല്ല, നിങ്ങൾ താമസിക്കുന്നിടത്ത് മുല്ലപ്പൂ കിട്ടില്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞിരിക്കുക. മുല്ലപ്പൂ വാങ്ങിച്ച് അത് ഗണേശ ഭഗവാന് സമർപ്പിക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളത് പാലാണ്. പാല് വാങ്ങിച്ച് അത് കാച്ചി ഭഗവാന് നമ്മൾ നിവേദ്യമായിട്ട് വെക്കുക. ഈ പറയുന്നതിൽ നിങ്ങളെക്കൊണ്ട് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, ഈ വസ്തുക്കളിൽ വെളുത്തുള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം വാങ്ങി ഗണപതി ഭഗവാന് സമർപ്പിക്കാൻ മറക്കുകയും ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കടമുണ്ട്, അതുപോലെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പോയി അടയ്ക്കാനൊക്കെ പറ്റുമെങ്കിൽ അതിൽ കുറച്ച് തുകയെങ്കിലും പലിശ അടയ്ക്കുന്നതോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മുതലായിട്ട് അടയ്ക്കുന്നതോ ഒക്കെ കുറച്ചെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ അടയ്ക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ ഒരു 10 രൂപയാണെങ്കിലും മതി. അത് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കടം തീരും. ഇനി സ്വർണം പണയമെടുക്കാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം വളരെ വളരെ ഉത്തമമാണ് സ്വർണം പണയമെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നാളെ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പറഞ്ഞു തരാം. ഈ ഒരു മന്ത്രം നിങ്ങൾ ഗണപതി ഭഗവാൻ 27 പ്രാവശ്യം ചൊല്ലി, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ 27 മഞ്ഞൾ കഷ്ണം കൊണ്ട് അർച്ചന ചെയ്യാം, ഇല്ലെങ്കിൽ 27 മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമോ അങ്ങനെ. ഇനി മുല്ലപ്പൂക്കളും ഇല്ല മഞ്ഞളും ഇല്ലെങ്കിൽ ഗണേശ ഭഗവാന് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ചിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി. അപ്പോൾ മഞ്ഞളൊക്കെ നമുക്ക് നാളെയേ മേടിക്കാൻ പറ്റുള്ളൂ, ഇന്നേ മേടിച്ച് വെക്കരുത്. 3 കാരണം നാളെ തങ്ക ഗണപതി ദിവസമായതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും ഗണേശ ഭഗവാന് മുൻപിൽ നമ്മൾക്ക് ഇതൊക്കെ സമർപ്പിച്ച് മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ഗണേശ ഭഗവാന് പൂക്കളൊക്കെ ചാർത്തി, മുല്ലപ്പൂ മേടിക്കുന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ ചാർത്തുക, അല്ലെങ്കിൽ ഒരു കറുടുകയെങ്കിലും സമർപ്പിച്ച് ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപവും കൊളുത്തി വെച്ചിട്ട്
ഈ 27 പ്രാവശ്യം മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിവേദ്യം നമ്മൾ നാളെ പാല് വാങ്ങിച്ചിട്ട് ആ പാല് തന്നെ കാച്ചി അതിൽ നിന്നും കുറച്ച് പാലെടുത്ത് അത് കാച്ചി ഭഗവാന് സമർപ്പിച്ചാൽ മതി. ഇനി പഴം, ലഡു, കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാക്കി വെക്കാം. കാരണം നാളെ ഭഗവാന് നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാൻ അത് നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരിക തന്നെ ചെയ്തിരിക്കും. ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്. ഞാനിവിടെ എഴുതിയും കാണിക്കാം. ഓം നമോ ഹേരംബ മദമോദിത ഹസ്തിമുഖായ മമ സ്വർണപ്രാപ്തം കുരു കുരു സ്വാഹ. ഓം നമോ ഹേരംബ മദമോദിത ഹസ്തിമുഖായ മമ സ്വർണപ്രാപ്തം കുരു കുരു സ്വാഹ. ഞാൻ പറഞ്ഞതുപോലെ ഓരോ മുല്ലപ്പൂക്കൾ കൊണ്ടോ ഓരോ മഞ്ഞൾ കഷ്ണം കൊണ്ടോ ഈ മന്ത്രം ചൊല്ലി ഭഗവാനെ അർച്ചന ചെയ്യാം. ഇനി മഞ്ഞൾ കഷ്ണം നിങ്ങൾ താമസിക്കുന്നിടത്ത് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ മഞ്ഞൾ പൊടിയാണെങ്കിലും മേടിക്കാം. അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മഞ്ഞൾ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ അർച്ചന ചെയ്തതെങ്കിൽ ആ മഞ്ഞൾ കഷ്ണം ഇപ്പോൾ 27 ആണെങ്കിലും 6 ആണെങ്കിലും അതൊരു മഞ്ഞ കളർ ക്ലോത്തിൽ കെട്ടി നിങ്ങളുടെ ക്യാഷ് ബോക്സിലെടുത്ത് വെച്ചിരിക്കുക. കാരണം മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരു ഭഗവാന്റെ കളറാണ്, ഗുരു ഭഗവാന് പ്രിയപ്പെട്ട വസ്തുവുമാണ്, സ്വർണത്തിന് തുല്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഗണപതി ഭഗവാൻ അർച്ചന ചെയ്ത ആ ഒരു മഞ്ഞൾ കഷ്ണം നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അത് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ, ധനവരവും ഒക്കെ കൊണ്ടുവന്ന് തരും. വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് നാളെ. ഇനി നിങ്ങൾക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെയും ഭഗവാനെ പറയുന്നത് പോലെ തേങ്ങ ഉടയ്ക്കാം. അതുപോലെ തന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ആലുണ്ടെങ്കിൽ 4 ആൽമരത്തിന് ജലം സമർപ്പിച്ച് 7 തവണ പ്രദക്ഷിണം ചെയ്ത് ഒരു നെയ് ദീപവും കൂടി ആൽമരച്ചുവട്ടിൽ കൊളുത്തിവെച്ച് പ്രാർത്ഥിച്ചാൽ അതും നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ കൊണ്ടുവന്ന് തരും. ശനിദോഷമൊക്കെ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ഈ ഒരു കാര്യം നാളെ ചെയ്താൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും സ്വർണ്ണം മേടിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കില്ല. അത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നിങ്ങൾക്ക് ഇതുമൂലം ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.